ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്ക് റിക്കർഷനാണ്. വാട്ട് ഈസ് റിക്കർഷൻ? ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ എഴുതി. ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിപ്പീറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് നമ്മൾ ഒരു ഫങ്ഷനായിട്ട്, ഒരു സബ് ഫങ്ഷനായിട്ട് എഴുതിക്കൊണ്ട് മെയിൻ ഫങ്ഷനിൽ നിന്ന് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് വേണമെങ്കിൽ നമുക്കത് കോൾ ചെയ്യാം. ഓക്കെ, റിക്കർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫങ്ഷൻ എഴുതിയാൽ ആ ഫങ്ഷൻ്റെ, ഇതിപ്പോൾ മെയിൻ ഫങ്ഷൻ, ഇതിപ്പോൾ മെയിനാണ്. മെയിൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു മെയിൻ ഫങ്ഷനകത്ത് നമ്മളൊരു സബ് ഫങ്ഷൻ എഴുതിയിരിക്കുന്നു. അതൊരു ഫങ്ഷനാണ് അല്ലേ. ഈ ഫങ്ഷനകത്ത് ഈ സെയിം ഫങ്ഷനെ കോൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്ട് എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. ഈ ഫാക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഇവിടെ വിളിച്ചിട്ടുണ്ട്, ഫാക്ട് ഓഫ് എൻ വിളിച്ചിട്ടുണ്ട്. അതും കൂടാതെ ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷനകത്ത് തന്നെ ഈ ഫംഗ്ഷനെ വിളിക്കുന്നതിനെ പറയുന്ന പേരാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളത് ഇംഗ്ലീഷിൽ ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ എ ഫംഗ്ഷൻ ദാറ്റ് കോൾസ് ഇറ്റ് സെൽഫ് ഈസ് നോൺ ആസ് എ റിക്കർസീവ് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ ദാറ്റ് കോൾസ് ഇറ്റ് സെൽഫ് ഈസ് നോൺ ആസ് എ റിക്കർസീവ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനകത്ത് സെയിം ഫംഗ്ഷനെ തന്നെ വിളിക്കുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്. നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിനകത്ത് നമ്മൾ ഒരു ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ യൂസിങ് റിക്കർഷൻ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അത് #include stdio.h ഇൻഡ് ഫാക്ട് ഇൻഡ് എൻ. അപ്പോൾ ഇതിനകത്ത് ഏത് ടൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെയും ഇൻറ്റു വന്നിട്ടുണ്ട്, ഇവിടെയും ഇൻറ്റു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത് വിത്ത് ആർഗ്യുമെൻറ്റ് വിത്ത് റിട്ടേൺ ആണ് അല്ലേ. അപ്പം നമ്മൾ ഇവിടുന്ന് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് സബ് ഫംഗ്ഷനിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, സബ് ഫംഗ്ഷനിൽ നിന്ന് വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫാക്ടോറിയലിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. റിസൾട്ട് എന്ന് പറയുന്നത് എൻ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n-1 എന്ന് പറയുന്ന ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ ഇപ്പം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വാല്യൂ n എന്ന് പറയുന്ന ഒരു വാല്യൂയും റിസൾട്ടിന് വേണ്ടിയിട്ട് RES എന്ന് പറയുന്നൊരു രണ്ടും ഇൻറ്റിജറായിട്ട് നമ്മൾ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്തു. ഇവിടെ നമ്മൾ എൻട്രി ചെയ്യുന്ന വാല്യൂവിന് മേ ബി നമ്മൾ 4 ആണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ ആ 4ൻ്റെ ഇത് കണ്ടുപിടിക്കുക, 4ൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് റിസൾട്ട് ഈസ് ഈക്വൽ ടു ഫാക്ടോറിയൽ ഓഫ് എൻ എന്ന് പറയുമ്പോൾ റിസൾട്ട് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഫംഗ്ഷനിലേക്ക് വരികയാണ്. ഫംഗ്ഷനകത്ത് കിട്ടുന്ന റിട്ടേൺ റിസൾട്ട് നമ്മൾ നേരെ ഇവിടെ വരുന്നു. ആ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫാക്ടോറിയൽ ഓഫ് എൻ ആണ്. ഓക്കെ, അപ്പം നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്തു, മേ ബി 4 എൻ്റർ ചെയ്തു. അപ്പം ഫാക്ടോറിയൽ ഓഫ് 4, അപ്പോൾ എൻ എന്ന് പറയുന്ന 4 നമ്മുടെ ഈ ഇൻറ്റിജറിലേക്ക്, ഈ ഒരു സബ് ഫംഗ്ഷനിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് സെയിം നെയിം വേണമെങ്കിൽ ഉപയോഗിക്കാം, സെയിം വേരിയബിൾ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേരിയബിൾ ഉപയോഗിക്കാം. ഈ എൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലോക്കൽ ടു ദിസ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ലോക്കലാണ്. ഇവിടെ നമ്മൾ എന്നെ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അത് ഫംഗ്ഷൻ്റെ ബേസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഇവിടെ നമ്മൾ ഈ എന്നിൽ എന്ത് കിട്ടി? ഈ എന്നിൽ നമ്മൾ 4 ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ നിന്ന് കിട്ടി. ഈ ഫാക്ട് ഓഫ് 4 നമുക്ക് ഈ എന്നിൽ വന്നു. ഇനി ഞാൻ റിസൾട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ലോക്കലി റിസൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇഫ് n = 0 ആണെങ്കിൽ, n = 0 ആണെങ്കിൽ റിസൾട്ട് എന്താണ്? റിസൾട്ട് 1 ആണ്, റിട്ടേൺ 1 ആണ്. അപ്പം നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ 4ന് പകരം 4 അല്ല 0 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലേ. ഇനി n = 0 അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് കാണണം? n = 0 അല്ലാത്ത കേസിൽ റിസൾട്ട് ഈസ് ഈക്വൽ ടു n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n-1 കാണണം. എന്നിട്ട് ആ റിസൾട്ടിനെ റിട്ടേൺ ചെയ്യണം. ഇനി ഇതിനകത്ത് നമുക്ക് വരുന്ന കുറച്ച് വിഷയങ്ങൾ പറയാം. റിക്കർഷൻ ഉപയോഗിക്കുന്ന സമയത്തുണ്ടാകുന്ന ചില ഇഷ്യൂസാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ കയറി, അതായത് ഈ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷയങ്ങൾ എന്താണ്? ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, 4 ആണ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂ. അത് എന്നിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 4 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മുടെ n എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നത്. ഈ വാല്യൂ ആണ് നമ്മൾ സബ് ഫംഗ്ഷനിലേക്ക് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? n = 4 കൊടുത്തു കഴിഞ്ഞാൽ ഫാക്ടോറിയൽ ഓഫ്, ഇവിടെ നമ്മുടെ ഫാക്ടോറിയൽ ഓഫ് 4 ആണ് വരുന്നത്. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഇതൊരു മെയിൻ്റെ മെമ്മറിയാണ്, സ്റ്റാക്ക് മെമ്മറിയാണ് ഈ കൊടുത്തിരിക്കുന്നത്.
ഓക്കെ. ഇനി ഈ ഫാക്ട് ഓഫ് 4 എന്ന് പറയുമ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറൊരു ഫാക്ട് ഓഫ് 4ന് വേറൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഈ 4 = 0, നമ്മളിത് ഈ പറഞ്ഞ പ്രോഗ്രാമിലേക്ക് തന്നെ വരാം. ഈ 4 = 0 ആണോ ഇപ്പോഴത്തെ കേസിൽ? ഇപ്പോൾ n എന്താണ് വാല്യൂ? n = 4 ആണ്. ഈ 4 = 0 അല്ലാത്തത് കൊണ്ട് ഇത് വർക്ക് ചെയ്യില്ല. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഈ 4 = 0 അല്ലാത്തത് കൊണ്ട് ഇത് വർക്ക് ചെയ്തില്ല. പകരം എന്ത് വർക്ക് ചെയ്യും? എൽസ് വർക്ക് ചെയ്യും. എൽസ് വർക്ക് ചെയ്യുമ്പോൾ 4 × ഫാക്ടോറിയൽ ഓഫ് n-1 അല്ലേ? ഫാക്ടോറിയൽ ഓഫ് n-1. അപ്പോൾ ഫാക്ട് ഓഫ് 3 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ 4 × ഫാക്ടോറിയൽ ഓഫ് 3 ആണ്. അപ്പോൾ ഈ 4 × ഫാക്ടോറിയൽ ഓഫ് 3 എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്കൊരു പുതിയ മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. ഫാക്ട് ഓഫ് 3 നേരെ ഫാക്ട് ഓഫ് 3 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് വരും. ഈ ഫാക്ടോറിയൽ ഓഫ് 3ൽ എന്താ സംഭവിക്കുന്നത്? വീണ്ടും ഈ എൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 3 ആണ് അല്ലേ? അതുകൊണ്ട് ഈ 3 = 0 ആണോ നോക്കും. അല്ല, അതുകൊണ്ട് അത് വർക്ക് ചെയ്യില്ല. എൽസിലേക്ക് വരും. 3 × ഫാക്ടോറിയൽ ഓഫ് n-1. അപ്പോൾ 3 - 1 2. അപ്പോൾ ഫാക്ട് ഓഫ് 2 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മെമ്മറി ലൊക്കേഷൻ എന്താവും? ക്രിയേറ്റ് ആവും. നേരെ ഫാക്ടോറിയൽ ഓഫ് 2ലേക്ക് വരും. ഫാക്ടോറിയൽ ഓഫ് 2ൽ ഇഫ് 2 = 0 ആണോ എന്ന് നോക്കും. അല്ലാത്തത് കൊണ്ട് എൽസിലേക്ക് വരും. 2 × ഫാക്ടോറിയൽ ഓഫ് 2 - 1, അതായത് ഫാക്ടോറിയൽ ഓഫ് 1. അപ്പോൾ എന്ത് സംഭവിക്കും? ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. അത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ഫാക്ടോറിയൽ ഓഫ് 1ൽ നമ്മൾ ഇഫ് 1 = 0 അല്ലാത്തത് കൊണ്ട് നമ്മൾ എൽസിലേക്ക് വരും. 1 × ഫാക്ടോറിയൽ ഓഫ് 0 വരും. ഇനി ഫാക്ടോറിയൽ ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു മെമ്മറി ലൊക്കേഷൻ വരും. ഫാക്ടോറിയൽ ഓഫ് 0ൽ ഇഫ് 0 = 0 റിസൾട്ട് = 1. ഇവിടെ നമ്മൾ എൽസിലേക്ക് വരുന്നില്ല. എൽസിലേക്ക് വരാത്തപ്പോൾ ഉള്ള ഗുണം എന്താണ്? ഈ പ്രോഗ്രാമിലേക്ക് നോക്കിക്കേ. ഇവിടെ നമ്മൾ ഇപ്പം വന്നിരിക്കുന്നത് ഫാക്ട് ഓഫ് 0ലാണ്. അപ്പോൾ ഫാക്ട് ഓഫ് 0 എത്തിയ സമയത്ത് നമുക്ക് ഇത് സക്സസ് ആയി. ഈ സാധനം ട്രൂ ആയി കഴിയുമ്പോൾ ഈ എൽസ് വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഇതിനി ഇതിലേക്ക് വരില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? റിട്ടേൺ RES ആണ്. റിട്ടേൺ RES എന്ന് പറയുമ്പോൾ ഈ വാല്യൂ റിട്ടേൺ ചെയ്യുകയാണ്. എങ്ങോട്ട്? നേരെ റിട്ടേൺ ചെയ്യുന്നത് നമ്മുടെ തൊട്ട് മുന്നിലത്തെ ഫാക്ട് ഓഫ് 0ലേക്ക് വരും. ഫാക്ട് ഓഫ് 0 ഈ ഇവിടുത്തെ റിട്ടേൺ വരും. ഇവിടുന്ന് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അതായത് 1 ആയിരിക്കും. ഈ 1 നേരെ ഇവിടെ റിട്ടേൺ ചെയ്യും. ഫാക്ട് ഓഫ് 1ലേക്ക് റിട്ടേൺ ചെയ്യും. വന്ന വഴി തന്നെ തിരിച്ചു പോകണം. ഫാക്ട് ഓഫ് 1ൽ റിട്ടേൺ ചെയ്യും. അപ്പം റിട്ടേൺ 2 ആയി. അതായത് ഇവിടെ നമ്മൾ 0 ആയിരുന്നപ്പോൾ നമുക്ക് റിട്ടേൺ 1 കിട്ടി. 1 ആയിരുന്നപ്പോൾ 1 × 1 എഗെയിൻ നമ്മുടെ റിട്ടേൺ 1 കിട്ടി. വീണ്ടും ഇവിടെ വന്നപ്പോൾ 2 × 1 × 1 അപ്പോൾ നമുക്ക് 2 കിട്ടി. എഗെയിൻ നമുക്ക് റിട്ടേൺ ചെയ്യുന്നു 3 × 2 × 1 × 1 അപ്പോൾ നമുക്ക് 6 കിട്ടി. എഗെയിൻ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു 4 × 3 × 2 × 1 ഓക്കെ 24 കിട്ടി. എഗെയിൻ ഈ 24 നമ്മൾ നമ്മുടെ ആദ്യത്തെ ഇതിലേക്ക് വരുന്നു. അവിടെ വെച്ചാണ് നമ്മൾ പിന്നീടാണ് എല്ലായിടത്തും തിരിച്ച് വന്നതിന് ശേഷമാണ് ഈ മെയിൻ RESലേക്ക് നമ്മുടെ റിസൾട്ടിലേക്ക് ഈ RESലേക്ക് നമ്മുടെ ഫൈനൽ വാല്യൂ വരികയും നമ്മൾ പ്രിൻ്റ് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് തിരിച്ച് വരണം. അപ്പോൾ ഇതൊരു റൗണ്ട് കേട്ട് നോക്കിയിട്ട് കുറേ കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്. 1, 2, 3 തവണ കേട്ട് നോക്കിയിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.